നമസ്കാരം. BJPയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. മണ്ഡലം, ജില്ല, സംസ്ഥാനം, അഖിലേന്ത്യ എല്ലാ തലങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള ആ ചൂടും ചൂരുമൊക്കെ ചൂരുമൊക്കെയായി BJP പ്രവർത്തകർ, BJP നേതാക്കളൊക്കെ സന്നദ്ധരായിരിക്കുകയാണ്. ഇപ്പോൾ മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പുതുമ എന്ന് പറഞ്ഞാൽ ജില്ല പല ഘട്ടങ്ങളിലായി പല വിഭാഗങ്ങളായി തിരിച്ച് ഒരു ജില്ലയിൽ 4-5 പ്രസിഡന്റുമാരെ വരെ തിരഞ്ഞെടുക്കുന്ന, അതായത് എല്ലാ തലങ്ങളിലേക്കും നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഒക്കെ അണിനിരത്തുക, കൂടുതൽ ആൾക്കാരെ BJPയിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആളുകൾക്ക് അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ ജില്ലാ പ്രസിഡന്റുമാരെ നിയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് BJP മാറിയത്. ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിനോട് ചേർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റായിരിക്കുന്ന K. സുരേന്ദ്രൻ്റെ കാലാവധി നേരത്തെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്ന ദൗത്യത്തിലേക്ക് ഇപ്പോൾ BJP മാറുകയാണ്. ആരാകും കേരളത്തിൽ പുതിയ BJPയുടെ പ്രസിഡന്റായി എത്തുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഏതാനും നാളുകളായി, മാസങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. 2-3 പേരുകളാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത്. K. സുരേന്ദ്രൻ ഇനി ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് ഈ BJP പ്രവർത്തകരും BJP നേതാക്കളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഒരു പൂർത്തിയായി 2 ടേം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മുഖത്തെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. മാത്രവുമല്ല, തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ എത്താനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു പുതിയ മുഖം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആരായിരിക്കും അങ്ങനെയെങ്കിൽ പുതിയ ഈ മുഖം വരിക? അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നത് BJP സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ആകാമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തന്നെയും അതിൻ്റെ അന്തിമ വിധി നിർണ്ണയിക്കുക അഖിലേന്ത്യാ തലത്തിൽ തന്നെയായിരിക്കും. ആര് തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വന്നാലും അവരെ വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുക അഖിലേന്ത്യാ നേതൃത്വം തന്നെയായിരിക്കും. എന്തായാലും 2-3 പേരുകൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. അതിലേറ്റവും പ്രസക്തമായി വരുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന നിലയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു ആളെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ്റെ തിളക്കം വലിയ തോതിൽ BJPയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് ഒരു പുതിയ മുഖം വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ തന്നെയായിരിക്കും അവർ നിർദ്ദേശിക്കുക എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. മാത്രവുമല്ല, അങ്ങനെ വന്നാൽ കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ്, ഒരു പാർട്ടിയുടെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലും ശോഭാ സുരേന്ദ്രനെ ശോഭിക്കാൻ കഴിയും. അങ്ങനെ ഒരു വനിതയെ പ്രസിഡന്റാക്കി എടുക്കുക, മുന്നോട്ട് കൊണ്ടുവരിക എന്ന ദൗത്യം BJPയുടെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ശോഭാ സുരേന്ദ്രന് വലിയ അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരിനാണ് ഇപ്പോൾ ഏറ്റവും അധികം മുൻതൂക്കമുള്ളത്. മറ്റൊരു പേര് ND രമേശാണ്. ND രമേശ് കഴിഞ്ഞ തവണയും സംസ്ഥാന പ്രസിഡന്റായി വരും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനു മുൻപ് ഈ K. സുരേന്ദ്രന് മുൻപ് തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രമേശൻ മാറി നിൽക്കുകയായിരുന്നു. മറ്റൊരു പേര് പറയുന്നത് PK കൃഷ്ണദാസിൻ്റേതും അതുപോലെ തന്നെ രാധാകൃഷ്ണ മേനോൻ്റേതുമാണ്. ഇവരിൽ ഈ 4 പേരിൽ ഒരാൾ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണ്. കാരണം കൂടുതൽ അണികളുടെ പിൻബലം, കൂടുതൽ നേതാക്കളുടെ പിൻബലം ശോഭാ സുരേന്ദ്രനുണ്ട്. കാരണം ഒരു സംഘാടക വൈഭവം നേരത്തെ തന്നെ കാഴ്ചവെച്ച ഒരു സ്ത്രീ എന്ന നിലയിലും, അതുപോലെ തന്നെ ആദ്യത്തെ അങ്ങനെ പ്രസിഡന്റായി വന്നാൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഒരു പാർട്ടിയുടെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലുമൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന മൈലേജ് വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലുകൾ ഈ അഖിലേന്ത്യാ തലത്തിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരിനാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രാമുഖ്യം. ഏകദേശം ഫെബ്രുവരി മാസം പകുതിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ പൂർത്തിയാകും. ശോഭാ സുരേന്ദ്രൻ തന്നെയാകും അങ്ങനെ എങ്കിൽ മുന്നോട്ട് വരിക എന്നുള്ള ഏകദേശം ധാരണകളൊക്കെ ആയി എന്നാണ് BJP വൃത്തങ്ങളിൽ നിന്നും അവസാനമായി ലഭിക്കുന്ന ചില സൂചനകൾ.